സിക്സ് ആഗായിട്ട് ആ ലൈനൊക്കെ ഇട്ട ആ ഒരു കയറ് അല്ലെങ്കിൽ ആ ഒരു ചരട് അത് വണ്ടി വലിച്ചിട്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് സ്പീഡ് എത്തുമ്പോൾ ആ ക്ലോത്ത് കൂടെ പോകുന്ന പരിസ്ഥിതി കണ്ടില്ലേ മെക്ലാറിൽ. പ്രതലം എന്ന് പറയുന്നത് സ്ലിപ്പറിയാണ്, മാത്രമല്ല ചെരുവ് എന്ന് പറയുന്നത് ഭീകരമാണ്. സ്റ്റിൽ അവിടെ ചെറുതായിട്ടൊന്ന് പാടെങ്കിലും അവർ സുഖമായിട്ട് ഇറക്കി കൊടുക്കും. പിന്നെ ചളി അല്ലെങ്കിൽ ചേറ് അല്ലെങ്കിൽ മണ്ണ്. ഇവിടെ നിങ്ങൾക്ക് BMW കാണാം, അൽക്കസാർ കാണാം, ഗ്രാൻഡ് വിറ്റാർ കാണാം, പോളോ കാണാം, എറ്റിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എന്താണ് ഈ വലിയ SUVകൾക്ക് ബുദ്ധ സർക്യൂട്ടിൽ കാര്യം? നിങ്ങൾക്ക് ഈ സ്ഥലം ഏതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫോർമുല 1 സർക്യൂട്ടാണ്. അപ്പോൾ ഇത് നോയിഡല്ല, ഗ്രേറ്റർ നോയിഡയിലാണ്. അപ്പോൾ നമ്മൾ ഡൽഹി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കാറിൽ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് SUV ഓടിക്കാനല്ല, എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അത് ഏതാണ് വണ്ടി ഞാൻ പറയേണ്ട കാര്യമില്ല. ലോഞ്ച് നിങ്ങൾ കണ്ടു, മലയാളം മുകളിൽ കയറിയ കാര്യം കണ്ടു. ഓക്കെ, ഇവർ മലയാളം മുകളിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ടേബിൾ ക്ലോത്ത് വലിച്ചു. ഇതെല്ലാം ഉള്ളതാണെന്ന് ആർക്കറിയാം. ഇതിനൊക്കെ പറ്റിയ കാപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണോ ഹാരിയർ എന്ന് നോക്കണ്ടേ. അത് നോക്കാനായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഒരു ഒബ്സ്റ്റിക്കിൾസിൻ്റെ ഒരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഹോട്ടൽ ആപ്പ് എന്നൊക്കെ പറഞ്ഞ് ട്രാക്കിലൂടെ ഓടിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നടക്കുന്നത് ഇവിടെ നിന്നാൽ പറ്റില്ല, അകത്ത് പോകണം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. അതായത് ഇതാണ് ടാറ്റ ഹാരിയർ EV. ഓക്കെ, ഒരു ഫുൾ റിവ്യൂ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇലക്ട്രിക് ആക്കാനുള്ള മാറ്റങ്ങളാണ് കാര്യമായിട്ട് പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കും അല്ലെങ്കിൽ റേഞ്ചും ഒക്കെ നമ്മൾ ലോഞ്ചിൽ വന്നപ്പോൾ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടെന്നുണ്ട്. അതും ഞാൻ റിവ്യൂവിന് വേണ്ടി മാറ്റിയൊക്കെയാണ്. ഈ ഹാരിയർ കണ്ടോ, ഇവിടുന്നാണ് അവിടേക്കുള്ള യാത്ര എന്നൊക്കെ പറയാം. ഇത് ആദ്യം വന്ന ഹാരിയറാണേ. കോഡ് ഡേ എന്ന് വെച്ചാൽ 4 വീൽ ഡ്രൈവ് ആണ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അറിയാലോ. അപ്പോൾ ഇവിടെ കുറേ ഒബ്സ്റ്റിക്കിൾസ് അവർ വെച്ചിട്ടുണ്ട് ഹാരിയർ EVയുടെ കാപ്പബിലിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ പല കമ്പനികളും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈലക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജിംനിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഇലക്ട്രിക് കാറിനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടോ. അതായത് ഒരു ഇലക്ട്രിക് കാർ, ഒരു 2.5 ടൺ വെയിറ്റുള്ള കാറ്, അത് തൂക്കിയിട്ടാണൊക്കെ അവിടെ ഒരു വലിയ ക്രെയിൻ്റെ മുകളിൽ ഒരു ബോഡി, അതായത് പെയിൻ്റ് അടിക്കാത്ത സാധാ ബോഡി, അതിൻ്റെ മുകളിൽ ഒരു ഹാരിയർ EVയുടെ കാമഫ്ലോഗ്ഡ് വേർഷൻ തൂക്കിയിട്ടാണല്ലേ. ആക്സിൽ ട്വിസ്റ്ററാണിത്. അതായത് ഒന്നുമല്ല, ആർട്ടിക്കുലേഷൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് എത്രത്തോളം വണ്ടി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതൊരു മോണോക്കോക്കാണ്, അടിയിൽ ബാറ്ററി ഉണ്ട്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരു ഗുണമുണ്ട്. പിന്നെ വീലുകളും അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ കുറച്ച് കുറവായ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ഇത്തിരി അഡ്വഞ്ചറസ് ആണ് എന്ന് തന്നെ പറയേണ്ടതാണ്. നോക്കിക്കോളൂ ഇവിടെ എന്തുണ്ടാകാൻ പോകുന്നത്. ഹാരിയർ EVക്ക് നല്ല വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ 600 മില്ലിമീറ്ററോളം വെള്ളത്തിലൂടെ അത് പോകുന്ന പറയുന്നത്. അതവർ ഡെമോ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനകത്തുകൂടെ പോയിട്ട് അപ്പുറം വന്നിട്ട് മുകളിലൂടെ കയറി താഴേക്ക് ഇറങ്ങും. 35 ഡിഗ്രി ആംഗിള്. ആ ആംഗിളാണ് തങ്ങൾപ്പാറ മുകളിൽ കയറുന്നവർ പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത്. 35 ഡിഗ്രിയോളം ഉള്ള ആംഗിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അളന്നു നോക്കാനൊന്നും പറ്റില്ല, അവർ പറയുന്ന ഡിഗ്രിയാണ്. എന്നാലും ഇതാണ് ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. നടന്നു കയറാൻ ഈസി ആയിരിക്കും, പക്ഷേ വണ്ടികൾക്ക് അത്ര ഈസി ആയിരിക്കില്ലല്ലോ. എൻ്റെ ആളുകൾ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ? സൈഡ് ആംഗിൾ എങ്ങനെയെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആ വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ടാണ് നോക്കണം കേട്ടോ. നമ്മൾ കാണുന്നുണ്ട് വണ്ടി ചെരിഞ്ഞ് നിൽക്കുന്ന എത്രയെന്നുള്ളത് കേട്ടോ.
ഇവിടെ വണ്ടിട്ട് കാണതേ അവരൊരു ഡെമോ കാണിച്ചാണേ, ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ജേട്ടണൊക്കെ ചെയ്യുന്ന പോലെ മണ്ണിൽ ഫൺ. സീസോ ആണത്. സീസോ പറയുമ്പോൾ കുട്ടികളിരുന്ന് കളിക്കില്ലേ, അത് തന്നെ. വണ്ടി കയറിയിട്ട് അങ്ങോട്ട് ചാടും. പിന്നെ ഇവിടെ ക്യാമൽ ഹമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്സ്റ്റിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്രോച്ച് ആംഗിൾ, ഡിപ്പാച്ചർ ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിവിടെ കാണാൻ പറ്റും 25.3 ഡിഗ്രി ആ ഒരു അപ്രോച്ച് ആംഗിൾ ഉണ്ട്, 26.4 ഡിഗ്രിയോളം ഡിപ്പാർച്ചർ ആംഗിൾ ഉണ്ട്. ബ്രേക്ക് ഓവർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അടി തട്ടാരിക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 16.6 ഡിഗ്രിയാണ്. ഈ ക്യാമൽ ഹമ്പ് എന്ന് പറയുന്നതേ ശരിക്കും കാണാൻ നല്ല ഭംഗിയിട്ട് വണ്ടി പോയി വരുന്ന കാണാനായിട്ട്. ആ കാറാണ് ആർച്ച് കയറ്റി ചെയ്യണത്. ഷോ പീസ് മഡ് ആൻഡ് റട്ട്സ് പറയുന്ന പോലെ തന്നെ ചളി അല്ലെങ്കിൽ ചേറ് അല്ലെങ്കിൽ മണ്ണ് അതിനുള്ളിൽ കൂടെ പോകുമ്പോൾ ട്രാക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഡിഫ് ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥ. ഇപ്പോൾ 4 മോട്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കറങ്ങുന്നതുകൊണ്ട് അല്ലെങ്കിൽ 2 മോട്ടർ ഇൻഡിപെൻഡൻ്റ് 4 വീൽ കറങ്ങുന്നതുകൊണ്ട് സംഭവം സുഖമായിട്ട് കയറിപ്പോ എന്നുള്ളതാണ് അവർ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു പിറ്റിൽ. പിന്നെ അവിടെ കുറേ കുണ്ടും കുഴികളുണ്ട്. അവിടെ ഗ്രാവൽ പിറ്റ് എന്ന് പറഞ്ഞൊരു പിറ്റ് ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾസ് ആണ്, ഏത് വണ്ടിയും പോകുന്നതെന്ന് പറയാം. പിന്നെ ആ സ്റ്റെയർ ക്ലൈംബാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം കയറുന്നതല്ല, ഇറങ്ങുന്നത്. അത് ഇറങ്ങുന്നത് ഒരു ഇത്തിരി സാഹസികമാണ്. അടി തട്ടാതെ ഇറങ്ങുന്നതാണ് രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് അവർ സ്റ്റെയർ ക്ലൈംബ് എന്ന് തന്നെ പറയുന്നത്. അതിന് മുകളിൽ വേറെ ഒരു പേരിട്ടിട്ടില്ല. എന്നാലും സ്റ്റെയർ ക്ലൈംബ് ആൻഡ് ഇറങ്ങി വരൽ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും 3 പേര് നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് അത് ഇറക്കുന്നത്. കാരണം സ്ലിപ്പറിയാണ്, മാത്രമല്ല ചെരുവ് എന്ന് പറയുന്നത് ഭീകരമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മെമ്പർ നിലത്ത് മുട്ടിയില്ല എന്നുള്ള നിലക്കാണ് ഇറക്കുക. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഓഫ് റോഡ് ടീമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്താ പറയുക ഒരിത്തിരി സാഹസികമായിട്ട് ചെയ്യേണ്ടി വരിക. സ്റ്റിൽ അവിടെ ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും അവർ സുഖമായിട്ട് ഇറക്കി കൊടുക്കുന്നു. ഇനിയുള്ളത് റോക്ക് പിറ്റാണ്. റോക്ക് പിറ്റ് എന്ന് പറഞ്ഞാൽ കല്ലുമ്മ കൂടെ ഓടിക്കുന്നുള്ളൂ. അപ്പോൾ ഇവരിവിടെ ഓഫ് റോഡ് ടീമുകളെ കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഒരു വലിയ ഒബ്സ്റ്റിക്കിൾസ് കോഴ്സ് ഉണ്ടാക്കിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ക്യാപ്പബിലിറ്റി കാണിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, തങ്ങൾപ്പാറ കയറിയതെല്ലാം ഭയങ്കര സ്കില്ലായിട്ടൊരു കാര്യമാണെന്നും അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല എന്ന് പറഞ്ഞാൽ പൊളിക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊന്നും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ ഈ വണ്ടിയുടെ ക്യാപ്പബിലിറ്റീസ് എന്താണെന്ന് കാണിക്കാൻ ടാറ്റ മോട്ടോഴ്സിന് വ്യക്തമായിട്ട് അറിയാം. അത് അവർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ. പ്രത്യേകിച്ചും ടാറ്റ മോട്ടോഴ്സ് ഹാരിയർ EV ഇറക്കുന്നു എന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്തപ്പോഴും അത് ഫാക്ടറിയിൽ നിന്ന് കാണിച്ചപ്പോഴും നമ്മൾ വിചാരിച്ചു തമാശക്കളിയാണെന്ന്. പക്ഷേ ഒരു പ്രോപ്പർ ഓഫ് റോഡർ പോലെ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു സോഫ്റ്റ് വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന പോലെ, ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന പോലെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഒബ്സ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് തീർത്തും വലുതായിരുന്നു. തീർത്തും എന്താ പറയുക, ആ ഒരു കുറച്ച് കഷ്ടപ്പാടാണ് ഓടിക്കാനായിട്ട് നല്ല കാര്യമുണ്ട്. എന്നാൽ നമ്മൾ ഓടിച്ചു. അപ്പോൾ ഈ വണ്ടിയുടെ അവസ്ഥ ആണല്ലേ, ഹാരിയർ EV എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് അബ്യൂസ് ഫ്രണ്ട്ലി ആണ് എന്നാണ് ഞാനിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പ്രോപ്പർ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.